അയ്യപ്പനെ സംബന്ധിച്ച് ഇതുവരെയും ഞാൻ പറഞ്ഞു, ഇത് കർമ്മയൻ ഏതൊക്കെ തരത്തിലാണ് അവർക്ക് എടുക്കാൻ പറ്റുന്നത്. അയ്യപ്പനെ തലോടണം. ശബരിമലയിലെ അയ്യപ്പന് ദൈവസ്വരൂപം നമ്മൾ ആരാധനാപൂർവ്വം ആചാരപൂർവ്വം നമ്മൾ അത് കൃത്യമായി വർഷങ്ങളായി നടത്തിയിട്ടുണ്ട്, യുഗങ്ങളായി നടന്നു പോയിരുന്നു എന്ന് തന്നെ പറയുന്നത്. പക്ഷെ അതിലെ ഒരു മനുഷ്യ സ്വരൂപം മനുഷ്യരിൽ കൂടി ഞാൻ എൻ്റെ മൂത്ത സഹോദരനായിട്ടാണ് എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കുടുംബപരമായിട്ട് എല്ലാവർക്കും ബില്ലെഴുതി ചാർത്തി തന്ന അവകാശമല്ല. ഓരോ വിശ്വാസിയുടെയും കുടുംബത്തിൽ ഇതൊരു വലിയ ആചാരാനുഷ്ഠാനം. അത് ഭാരതത്തിൽ എന്നല്ല, ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്നുമ്പോൾ മാസത്തുറത്തിന് വരുന്ന ഭക്തകൾ കുഞ്ഞുങ്ങളെയും അത് പ്രായമറിയിക്കുന്നതിന് മുമ്പ് പെൺകുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആ പാരമ്പര്യത്തിന് ശക്തി പകർന്നാണ്. ആൺകുട്ടികള് 4 വയസ്സ് 5 വയസ്സിലുള്ള എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയി. എന്റെ പെൺമക്കളെയും അവര് പ്രായം ഈ വർഷം അറിയിക്കുമെന്ന് തോന്നിയ വർഷം കൊണ്ടുപോയി. അല്ലാതെ 6 7 പ്രാവശ്യം പെൺകുട്ടികളും നടന്നു. ഇപ്പൊ 2018 എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം അതൊരു രാഷ്ട്രീയമല്ല. ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോഴും ശബരിമലയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എഴുത്തുകാരൻ, ഞാൻ ഭക്തനാണ്, ഞാനൊരു ഭക്തനാണ് എന്ന് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഖ്യാപനം. ഇതൊരു രാഷ്ട്രീയത്തിനും അവകാശപ്പെട്ടതല്ല. മലയാളി കുടുംബങ്ങളുടെ ബില്ലെഴുതി പതിച്ച് കിട്ടാത്ത കോൺസെപ്ച്വൽ സ്പിരിച്വൽ സ്വത്താണ് ശബരിമല. ഇതിന് വലിയ ശിക്ഷ അവരെ ഏറ്റുവാങ്ങേണ്ടി വരും.